മൂന്ന് പേർക്കും നിലനിൽപ്പിൻ്റെ വലിയൊരു പോരാട്ടം. നിലനിൽപ്പിൻ്റെ പോരാട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വരാജിനെ സംബന്ധിച്ചിടത്തോളം നിലനിൽപ്പിൻ്റെ പ്രശ്നമൊന്നുമില്ല. ഇതൊരു വലിയ ബ്ലാക്ക് മാർക്കാവും. സ്വന്തം നാട്ടിലാണ് ജനിച്ച് വീണ നാട്ടിൽ, വളർന്ന നാട്ടിൽ നാട്ടുകാർക്ക് വേണ്ടാത്തവൻ എന്ന് ഒരു പേര് വന്നു കഴിഞ്ഞാൽ അത് ഇമേജിനെ ബാധിക്കും. ആര്യയുടെ ഷൗക്കത്ത് ജയിച്ചാലും ശരി, അൻവറിൻ്റെ വിജയമാണ്. അൻവർ ജയിക്കുക എന്നുള്ളതൊന്നുമല്ല, അൻവർ ഇതിനൊരു ഫാക്ടർ ആകുക എന്നുള്ളതാണ്. സ്വരാജ് ജയിച്ചാലും അൻവറിൻ്റെ വിജയമാണ് അൻവർ അവകാശപ്പെടാൻ പറ്റും. അൻവറിന് ഇതിന് വളരെ സേഫ് സോണിലാണ് നിൽക്കും. ആര്യയുടെ ഷൗക്കത്തിനെ സംബന്ധിച്ചിടത്തോളം ക്രിട്ടിക്കലാണ്. കാരണം പുള്ളിയുടെ രാഷ്ട്രീയ ഭാവി അവസാനിക്കുകയാണ്. BJP സംബന്ധിച്ചിടത്തോളം അവർക്കിത് വലിയ ക്ഷീണം സംഭവിക്കും. നമസ്കാരം, വൈറ്റ്സ് ഫൺ ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമസ്കാരം സർ. നമസ്കാരം. നിലമ്പൂർ രാഷ്ട്രീയം ഇങ്ങനെ കത്തിക്കയറി വരികയാണ്. അതിന്റെ തെരഞ്ഞെടുപ്പിന്റെ അവസാന നാളുകളിലോട് അടുക്കുകയാണ്. അപ്പോൾ ഇനി 13ഉം 14ഉം തീയതികളിലൊക്കെ ആയിട്ട് മുഖ്യമന്ത്രിയും പ്രിയങ്ക ഗാന്ധിയും അതുപോലെ തന്നെ തൃണമൂൽ കോൺഗ്രസിന് വേണ്ടിയിട്ട് യൂസഫ് പത്താനും ഒക്കെ മണ്ഡലത്തിലേക്ക് വരുന്നുണ്ട്. ഇവരൊക്കെ വരുമ്പോൾ ഈ ദേശീയ രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന, പിന്നെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയൊക്കെ വരുമ്പോൾ എങ്ങനെയായിരിക്കും നിലമ്പൂരിന്റെ ഒരു രാഷ്ട്രീയം വ്യത്യസ്തമാവുക? ഒരു താരപ്പൊലിമയുള്ള പ്രചാരണം തന്നെയായിരിക്കും. കാരണം ബൈ ഇലക്ഷനുകളിലെല്ലാം അതുണ്ടാവും എപ്പോഴും. പിന്നെ ഏത് ഉപതെരഞ്ഞെടുപ്പ് നടന്നാലും മൊത്തം കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും അവിടെ. അപ്പം അതൊരു VIP മണ്ഡലമായിട്ട് അങ്ങ് മാറും. കാരണം എല്ലാ പാർട്ടിയുടെയും എല്ലാ സംബന്ധിതരായ നേതാക്കന്മാരും അവിടെ വരും. ഇതിനകത്ത് കാര്യമായിട്ട് എഫേർട്ട് എടുക്കാത്തത് BJP മാത്രം. BJP ഇപ്പോഴേ പിന്നെ അവിടുത്തെ പ്രാദേശിക നേതാക്കന്മാരും പഞ്ചായത്ത് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റുമാരും പഞ്ചായത്ത് ഭാരവാഹികളും ഒക്കെയാണ് സ്ഥാനാർത്ഥിത്വത്തോടുകൂടി വ്യക്തമായി. പിന്നെ BJP സ്ഥാനാർത്ഥി ആരാന്ന് വെച്ചാൽ ആൾക്കാർക്ക് പോലും അറിയില്ല. മറ്റൊരു 3 പേരും വളരെ കട്ടയ്ക്ക് കട്ട നിൽക്കുന്ന ഫിറ്റ് കാൻഡിഡേറ്റ്സ് ആണ്. 3 പേർക്കും നിലനിൽപ്പിൻ്റെ വലിയൊരു പോരാട്ടം. നിലനിൽപ്പിൻ്റെ പോരാട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വരാജിനെ സംബന്ധിച്ചിടത്തോളം നിലനിൽപ്പിൻ്റെ പ്രശ്നമൊന്നുമില്ല. കാരണം സ്വരാജിന് അവിടെ പരാജയപ്പെട്ടാലും ഷുവർ സീറ്റിൽ കൊണ്ടുവരും. തൃപ്പൂണിത്തുറ പോലും പരീക്ഷിക്കാൻ നിൽക്കത്തില്ല. ഷുവർ സീറ്റിൽ കണ്ണൂർ ജില്ലയിലെ തലശ്ശേരിയോ അല്ലെങ്കിൽ മട്ടന്നൂരോ ധർമ്മടത്തോ എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുപോയി സ്വരാജിനെ അവർ വിജയിപ്പിച്ചെടുക്കും. അതിനകത്ത് സംശയമൊന്നുമില്ല. നിയമസഭയിലുണ്ടാവും അടുത്ത നിയമസഭയിൽ. പക്ഷേ ഇതൊരു വലിയ ബ്ലാക്ക് മാർക്കാവും. സ്വന്തം നാട്ടിലാണ് ജനിച്ച് വീണ നാട്ടിൽ, വളർന്ന നാട്ടിൽ നാട്ടുകാർക്ക് വേണ്ടാത്തവൻ എന്ന് ഒരു പേര് വന്നു കഴിഞ്ഞാൽ അത് ഇമേജിനെ ബാധിക്കും. രാഷ്ട്രീയ പ്രതിച്ഛായയെ വല്ലാതെ പ്രതികൂലമായിട്ട് ബാധിക്കും. പിന്നീട് സേഫ് ഇടങ്ങളിലേക്ക് വന്നാലും അത് ബാധിക്കും. കാരണം എന്ന് വെച്ചാൽ ഈ പ്രചരണം വരുമല്ലോ, നാട്ടുകാർക്ക് വേണ്ടാത്തവൻ എന്നുള്ള സാധനം വരും. അപ്പോൾ സ്വരാജിന് ആ രീതിയിൽ ഒരു വലിയ അഭിമാന പോരാട്ടമാണത്. പിന്നെ സഖാവ് കുഞ്ഞാലിക്ക് ശേഷം അവിടെ അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ, കുഞ്ഞാലിക്ക് ശേഷം ദേവദാസ് പൊറ്റക്കാട് മത്സരിച്ചിട്ടുണ്ട് 87 അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ. അതിനുശേഷം പിന്നീട് ഈ സ്വന്തം ചിഹ്നത്തിൽ മത്സരിക്കുന്നു എന്നുള്ളൊരു സാധനം കൂടിയുണ്ട്. പരാജയപ്പെട്ടാൽ അത് അൻവറിൻ്റെ വിജയമാണ്. ആര്യയുടെ ഷൗക്കത്ത് ജയിച്ചാലും ശരി, അൻവറിൻ്റെ വിജയമാണ്. അൻവർ ജയിക്കുക എന്നുള്ളതൊന്നുമല്ല, അൻവർ ഇതിനൊരു ഫാക്ടർ ആകുക എന്നുള്ളതാണ്. സ്വരാജ് ജയിച്ചാലും അൻവറിൻ്റെ വിജയമാണ് അൻവർ അവകാശപ്പെടാൻ പറ്റും. അൻവറിന് ഇതിന് വളരെ സേഫ് സോണിലാണ് നിൽക്കുന്നത്. ആര്യയുടെ ഷൗക്കത്തിനെ നിർത്തിയോണ്ടാണ് നിങ്ങൾ തോറ്റതെന്ന് പറയാം UDF-നോട്. ആര്യയുടെ ഷൗക്കത്ത് ജയിച്ചാൽ പിണറായി അവസാനിച്ചെന്നും പറയാം. രണ്ട് വശത്തും ഒരേപോലെ വെടിവെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം വളരെ ഈ സമദൂര സിദ്ധാന്തം എന്ന് പറഞ്ഞ പോലെയാണ്. സതീശൻ ഇസവും പിണറായി ഇസവും ഒരുമിച്ച് പറയുന്നുണ്ട്. ആര്യയുടെ ഷൗക്കത്തിനെ സംബന്ധിച്ചിടത്തോളം ക്രിട്ടിക്കലാണ്. കാരണം പുള്ളിയുടെ രാഷ്ട്രീയ ഭാവി അവസാനിക്കുകയാണ്. അതോടുകൂടി ഇതിൽ പരാജയപ്പെട്ടാൽ, വിജയിച്ചാൽ ആര്യയുടെ ഷൗക്കത്തും സതീഷിന് വിജയത്തിൻ്റെ ക്രെഡിറ്റ് ഏറ്റെടുക്കാം. ആര്യയുടെ ഷൗക്കത്തും പിന്നെ ആർക്കും എഴുത്തള്ളാൻ പറ്റാത്ത പോലെ ഒരു അജയനായ ഒരു വ്യക്തി എന്നുള്ള രീതിയിലേക്ക് കരുത്ത് വരും. കാരണം പിന്നെ VD സതീഷിന് വേണ്ടി കൈവന്തിക്കാൻ നിയമസഭാ കക്ഷി യോഗത്തിൽ അടുത്ത ടേമിൽ അവർ വിജയിക്കുകയാണെന്നുണ്ടെങ്കിൽ, പിന്നെ UDF അധികാരത്തിൽ വരികയാണെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് VD സതീഷിനെ ക്ലെയിം ചെയ്യുമ്പോൾ കൈ പൊന്തിക്കാൻ ഒരാളും കൂടെ ആയി. കോൺഗ്രസ് ആണ്, നമുക്കൊന്നും പറയാൻ പറ്റില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ഈ സമയത്ത് നിലപാടൊക്കെ മാറാം. പിന്നെ ഇതിനകത്ത് ഉള്ള അടുത്ത വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BJP സംബന്ധിച്ചിടത്തോളം അവർക്കിത് വലിയ ക്ഷീണം സംഭവിക്കും. കാരണം അവർ ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്ത ഒരാളെ പിടിച്ചിട്ട് ഇത് കൊണ്ടുവന്നവിടെ വെച്ചേക്കുന്നത്. ഇല്ല, ഒരു ആക്രിക്കടയിൽ നിന്ന് സാധനം എടുത്ത് കൊണ്ടുവന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് വെക്കുക. ബാക്കിയുള്ളവർ ഏറ്റവും പത്തരമാറ്റ് തങ്കത്തിളക്കമുള്ള പ്രൊഡക്ട്സ് ആണ് 3 കൂട്ടരും. പിന്നെ അൻവർ തന്നെയാണ് സ്വയം LDF-ഉം UDF-ഉം ഇറക്കിയിരിക്കുന്ന. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കും നിർത്താൻ പറ്റുന്ന ഏറ്റവും നല്ല കാൻഡിഡേറ്റ്സിൽ ഒരാളാണ്. ഒരു മത്സരം കാഴ്ചവെക്കാനുള്ള കെൽപ്പുണ്ട്. VS ജോയി ആയിരുന്നെങ്കിൽ മത്സരം ഉണ്ടാവില്ല. നമ്മൾ നേരത്തെ പറഞ്ഞു. ആര്യയുടെ ഷൗക്കത്തും പക്ഷേ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു, മുനിസിപ്പൽ ചെയർമാനായിരുന്നു ഒക്കെ വരുമ്പം ഉള്ള ആ രീതിയിലുള്ള. പിന്നെ ആര്യയുടെ മോമിൻ്റെ മകനാണ്, ചില്ലറക്കാരൊന്നുമല്ല. കാരണം കോൺഗ്രസ് രാഷ്ട്രീയം കലക്കി കുടിച്ചതാണ്. സംസ്ഥാന വ്യാപകമായിട്ട് എല്ലാവർക്കും അറിയപ്പെടുന്ന ഒരാളുമാണ്. ഇപ്പുറത്ത് സ്വരാജും സംസ്ഥാന വ്യാപകമായിട്ട്, പ്രത്യേകിച്ചും ഈ പിന്നെ വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്നവരുടെ വലിയ ആവേശമാണ്. കാരണം സ്വരാജിന് ഒരു സ്വന്തമായിട്ടൊരു ഫാൻ ബേസ് ഉണ്ട്. ഇപ്പോൾ ഇലക്ഷൻ്റെ പ്രചാരണങ്ങൾ പിന്നെ കൊഴുപ്പ് കൂടുമ്പം പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് KR മീര അവിടെ വന്നു. KR മീര അവിടെ വന്നിട്ട് സ്വരാജിന് വേണ്ടിയിട്ട് പ്രചാരണത്തിന് വേണ്ടിയിട്ട് വന്നു. KR മീര വന്നപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 2016 സ്വരാജിന് വേണ്ടിയിട്ട് ഭാഗ്യലക്ഷ്മി ഉൾപ്പെടെയുള്ള നമ്മുടെ ചലച്ചിത്ര സംവിധായകൻ ആഷിഖ് കപൂർ, റിമ കല്ലിങ്കർ, ഇങ്ങനെ എല്ലാവരും പ്രചാരണ രംഗത്തുണ്ടായിരുന്നു. സ്വരാജിൻ്റെ ടീം പോയിട്ട് PR വർക്കിൻ്റെ ഭാഗമായിട്ട് അവിടെ പോയിട്ട് അവരെ കൊണ്ടെല്ലാം പറയിപ്പിക്കുന്ന ഷോർട്സ് പിന്നെ നന്നായിട്ട് സർക്കുലേറ്റ് ചെയ്തിരുന്നു. ഭാഗ്യലക്ഷ്മി ഇപ്പോൾ അതിന് പോകത്തില്ല. കാരണം ഭാഗ്യലക്ഷ്മിക്ക് പിന്നീട് ഈ അമ്മയിലെ മോശപ്പെട്ട കാര്യങ്ങളോ ബാക്കിയുള്ളതിലൊക്കെ സ്വരാജും ഒന്നും പറഞ്ഞിട്ടില്ല, ആര്യയുടെ ഷൗക്കത്തും ഒന്നും പറഞ്ഞിട്ടില്ല, അൻവറും ഒന്നും പറഞ്ഞിട്ടില്ല.
സിദ്ദിഖിനെ പോലെയുള്ള ഈ വൃത്തികെട്ടവന്മാരെ കുറിച്ചുള്ള സാധനങ്ങൾ വന്നപ്പോൾ ഒരക്ഷരം വേണ്ടിയിട്ടില്ല. സ്വരാജ് വലിയ സാംസ്കാരിക നായകനാണ്, ആരാണ് ഷൗക്കത്ത് സാംസ്കാരിക നായകനാണ്, ഇവരുടെ സാംസ്കാരിക പരിഷത്ത് അങ്ങനെ എന്തോ പറഞ്ഞിട്ട് സാധനമുണ്ട്. ഒരു കടലാ സംഘടനയാണ് കോൺഗ്രസിന്റെ, CPM-ന്റെ പൂക്കാസ പോലെ തന്നെ. അതിന്റെ ഭാരവാഹിയായിരുന്നു. ഇവരാരും ഒന്നും പറഞ്ഞിട്ടില്ല. BJP-യുടെ സ്ഥാനാർത്ഥിയെക്കുറിച്ച് പറയണ്ട, പുള്ളി ഞാൻ പറഞ്ഞില്ല. അയലോക്കത്താരെങ്കിലും എന്തെങ്കിലും പറ്റിയാൽ പോലും അത് അറിയാതെ പിന്നെ ഞാനും എൻ്റെ ഭാര്യ എൻ്റെ കുട്ടികളും ഒരു തട്ടാനും എന്ന് പറഞ്ഞ മാതിരി അങ്ങനെ ജീവിക്കുന്ന ഒരാളാണ്. KR മീരയെ പക്ഷേ ഇപ്പുറത്ത് ഇറക്കി കഴിയുമ്പോൾ അന്ന് ഇറങ്ങിയ ഭാഗ്യലക്ഷ്മി ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ സൈലന്റാണ്. അവരൊക്കെ സ്വരാജിനെ ഒഴിവാക്കി കളഞ്ഞു. കാരണം സ്വരാജിൻ്റെ സ്റ്റാൻഡിനകത്ത് അന്ന് അവർ ഒരു മിഥ്യാധാരണയുടെ പുറത്ത് സപ്പോർട്ട് ചെയ്തു. പിന്നെ സ്വരാജ് എന്താണെന്നുള്ള റിയൽ എന്താണെന്നുള്ള ഫേസ് മനസ്സിലാക്കിയപ്പോൾ അവർ പിൻവാങ്ങി. KR മീര അപ്പുറത്ത് ഇറങ്ങിയപ്പോൾ ഇപ്പുറത്ത് ജോയ് മാത്യു ഇറങ്ങി. ജോയ് മാത്യുവിനെ സംബന്ധിച്ചിടത്തോളം ജോയ് മാത്യു ഒരു ന്യൂ ജെൻ പൊളിറ്റീഷ്യൻ ആണ്. ഓരോ വിഷയങ്ങളിലും കൃത്യമായിട്ടുള്ള നിലപാടുണ്ട്. അതുമാത്രമല്ല പഴയ ഒരു നക്സൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളാണ്, എക്സ്ട്രീം ലെഫ്റ്റ് ആണ്. പക്ഷേ പുള്ളിയെ ചിലപ്പോൾ സംഖ്യയായിട്ട് പറയും, പുള്ളി അങ്ങനെ ആയിട്ട് പറയും, ഇങ്ങനെ ആയിട്ട് പറയും. പുള്ളി അങ്ങനെയൊന്നുമല്ല. ജോയ് മാത്യുവിന് സ്വന്തമായിട്ടൊരു ഐഡിയോളജി ഉണ്ട്, ഒരു വിഷനുണ്ട്. അവിടെ നിൽക്കുന്ന ആളാണ്. അത്രയും നല്ലൊരു മനുഷ്യനാണ്. അപ്പം ജോയ് മാത്യു ഈ പിന്നെ വരിക എന്ന് പറയുമ്പം അത് വേറെ രീതിയിലുണ്ട്. യുവതലമുറയെ സ്വാധീനിക്കാൻ പറ്റിയ ഒരാളാണ്. ഇപ്പം പല വിഷയങ്ങൾക്കകത്തും പരസ്യ പ്രതികരണത്തിന് മുതിരുകയും നടി പീഡിപ്പിക്കപ്പെട്ട കേസിൽ ഏറ്റവും സ്ട്രോങ് ആയിട്ട് അഗ്രസീവായിട്ട് ആ വിഷയത്തെ അഡ്രസ്സ് ചെയ്യുകയും ചെയ്തതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് അവസരങ്ങൾ നഷ്ടപ്പെട്ട മനുഷ്യരായി. പുള്ളി വന്നപ്പം അത് വേറെ ട്രെൻഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം നമ്മൾ ഇപ്പം ഈ പരമ്പരാഗതമായ ഈ രാഷ്ട്രീയ ശൈലികൾ കണ്ടിട്ട് ഇന്നത്തെ കാലത്ത് കല്ലെറിയുന്നതും ലാത്തി ചാർജ്, പണ്ടൊക്കെ ലാത്തി ചാർജ് കൊണ്ടെന്നൊക്കെ പറഞ്ഞാൽ വൈകാരികമായിട്ട് എല്ലാവർക്കും വലിയ ആവേശം ഉണ്ടാകുമായിരുന്നു. പിന്നെ പോലീസുകാരെ തിരിച്ചടിക്കണം എന്നൊക്കെ പറഞ്ഞു. ഇപ്പോൾ ലാത്തി ചാർജ് കിട്ടുന്നവരെ നമ്മൾ TV കണ്ട് ചിരിച്ചുകൊണ്ടിരിക്കുക. ഏത് പാർട്ടിക്കാരന് കിട്ടിയാലും അത് റീലായിട്ട് മാറുന്നുണ്ട്. അത് ആസ്വദിച്ചുകൊണ്ടിരിക്കുക. കാരണം എന്ന് വെച്ചാൽ ഇവന്മാർക്ക് എണ്ണം കിട്ടുന്ന രസമാണെന്നുള്ള അഭിപ്രായത്തിൽ അത് ഏത് പാർട്ടിക്കാരന് കിട്ടിയാലും അത് ആ ഒരു മാനസികാവസ്ഥയിലേക്ക്. കാരണം പുതിയ ജനറേഷൻ ഇതിലൊന്നും താല്പര്യമില്ല. ഇത്തരം പിന്നെ ഈ കല്ലെറിയുക, വഴി തടയുക, ടയറിട്ട് കത്തിക്കുക, രാഷ്ട്രീയം പോലും ഇല്ലാത്ത യുവതലമുറയാണ്. അതെ. എന്നാൽ അവർ ഹൈലി പൊളിറ്റിക്കലാണെന്ന് ഞാൻ പറയും. ഇവിടുത്തെ നിലവിലുള്ള പാർട്ടി പൊളിറ്റിക്സിനകത്തെ ഈ കക്ഷി രാഷ്ട്രീയത്തിനകത്തെ വൃത്തികേടുകൾ കണ്ടുമടുത്തവർക്ക് അവർക്ക് അവരുടേതായ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രമുണ്ട്. അത് ഇതുമായിട്ട് ചേർന്ന് നിൽക്കുന്നതല്ല. ഇങ്ങനെ ഈ പിന്നെ മുണ്ടും മടക്കി കുത്തി തെരുവിലിരുന്നിട്ട് പിന്നെ ഗുണ്ടായിസം കാണിക്കുന്നത് ഏത് പാർട്ടിക്കാർ ചെയ്താലും അവർക്കത് അരോചകമാണ്. അതുകൊണ്ടാണ് അവർ പിന്നെ ഇവിടെ നിൽക്കാൻ പോലും താല്പര്യപ്പെടാത്തത്, പുറത്തേക്ക് പോകുന്നത്, എല്ലാവരും പുറത്തോട്ട് പോകാനാണ് താല്പര്യപ്പെടുന്നത്. അപ്പം അങ്ങനെയുള്ള ഒരു പുതിയ തലമുറയിൽപ്പെട്ട കുട്ടികളെ അഭിസംബോധന ചെയ്യാൻ ഇദ്ദേഹത്തിന് കഴിയും. ജോയ് മാത്യുവിൻ്റെ പ്രസൻസിന് കഴിയും. അങ്ങനെ ഇനിയിപ്പോൾ ആരൊക്കെ അവസാന ദിവസങ്ങളിൽ ഇറങ്ങും നമുക്കറിയത്തില്ല. ഇപ്പോൾ അൻവറിന് വേണ്ടിയിട്ട് മെഹുവ മൊയ്ത്ര വരുന്നുണ്ട്, ലോക്സഭാ അംഗം. യൂസഫ് പത്താൻ പിന്നെ ഇവർക്ക് വേണ്ടിയിട്ട് വരുന്നു. ആർക്ക്? തൃണമൂൽ കോൺഗ്രസിൻ്റെ ആളുകളെല്ലാം ഇവർക്ക് പിന്നെ അൻവറിന് വേണ്ടിയിട്ട് വരുന്നു. അപ്പോൾ യൂസഫ് പത്താനെയൊക്കെ TV-ക്കകത്ത് മാത്രം കണ്ട ആൾക്കാരാണ്. പിന്നെ അങ്ങനെ കണ്ടിട്ടുള്ള ആളുകളുടെ ഇടയിലേക്ക് യൂസഫ് പത്താൻ വരുന്നു. ഫുട്ബോളേഴ്സിനെ ആരെങ്കിലും കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ അവസാനം എനിക്കറിയത്തില്ല മന്ത്രി V. അബ്ദുറഹ്മാൻ മെസ്സിയെ അങ്ങ് കൊണ്ടുവരുമോ എന്നുള്ളത് എനിക്കറിയത്തില്ല. മെസ്സിയെ കൊണ്ടുവരുന്ന കാര്യം കുറേ നാളായിട്ട് പറയുന്നുണ്ട്. ഇലക്ഷൻ ഇനിയും സമയമുണ്ടല്ലോ. ഇനി മറികടക്കാൻ മെസ്സിയെ കൊണ്ടുവരാലേ പറ്റുള്ളൂ. കാരണം യൂസഫ് ക്രിക്കറ്റിനേക്കാൾ കൂടുതൽ മലപ്പുറത്ത് കാൽപന്ത് കളിക്കാണ് ആളുകൾ പിന്നെ ഫാൻസ് ഉള്ളത്. അപ്പം ഇവരെല്ലാം വരുമ്പോൾ അതൊരു വലിയ താരപ്രചാരകരാണ് വരുന്നത്. പ്രിയങ്ക ഗാന്ധി വരുന്നു. പ്രിയങ്ക ഗാന്ധി എന്തായാലും രാഹുൽ ഗാന്ധി വരാത്തത് നന്നായി. രാഹുൽ ഗാന്ധി വന്നിരുന്നെങ്കിൽ ചെറുകിട കടക്കാർക്കൊക്കെ വലിയ ബുദ്ധിമുട്ടാകുമായിരുന്നു. ഉള്ള ബോണ്ടയും ഇതുമല്ല ഈ ഗ്രഹണി പിടിച്ച പിള്ളേരെ പോലെ കാണുന്ന എല്ലായിടത്തും പിന്നെ ഭരണിക്കകത്ത് കൈയിട്ട എല്ലായിടത്തും തിന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ കോൺഗ്രസ്സുകാർ അവരതിൻ്റെ പൈസയും കൊടുക്കത്തില്ല. രാഹുൽ ഗാന്ധി പാവം പൈസ കൊടുക്കാൻ പഠിച്ചിട്ടല്ല, പ്രാദേശിക നേതാക്കന്മാർ കൊടുക്കുമെന്നും പറഞ്ഞ് കരുതിയിട്ട് അങ്ങ് പോകും. അവന്മാർ പൈസ കൊടുക്കത്തില്ല, അവന്മാർ അതും കൂടെ പോക്കറ്റിലിടും. അത് കോൺഗ്രസിൻ്റെ സ്വഭാവം. അപ്പോൾ രാഹുൽ ഗാന്ധി വരാത്തത് വന്നില്ലെങ്കിൽ നല്ലത്. പ്രിയങ്ക ഗാന്ധി വന്നു കഴിഞ്ഞാലും ഒരു ക്രൗഡ് പുള്ളറാണ്, അതിനകത്ത് സംശയമൊന്നുമില്ല. പക്ഷേ പ്രിയങ്ക ഗാന്ധി നമ്മൾ എന്നും കണ്ടു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ വില പോയി. പ്രിയങ്ക ഗാന്ധി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വന്ന് മത്സരിക്കുമ്പം കൗതുകം ഉണ്ടായിരുന്നു. രാഹുൽ ഗാന്ധി വന്നപ്പോഴും കൗതുകം ഉണ്ടായിരുന്നു. 2019 വന്നപ്പോൾ ആവേശം 2024 രാഹുൽ ഗാന്ധി വന്നപ്പോൾ ഉണ്ടായിട്ടില്ല. പക്ഷേ രാഹുൽ ഗാന്ധി പിന്നെ അമേഠി സീറ്റ് നിലനിർത്തി ഇവിടുത്തെ പാർലമെൻറ്റ് അംഗത്വം രാജിവെച്ച് കഴിഞ്ഞപ്പം നടന്ന ബൈ ഇലക്ഷനകത്ത് പ്രിയങ്ക ഗാന്ധി സ്ഥാനാർത്ഥിയായപ്പോഴും എല്ലാവരും കാണാൻ വന്നു, പ്രായമായവരും എല്ലാവരും. കാരണം പ്രിയങ്ക ഗാന്ധി ഇതുവരെ TV-യിലെ കണ്ടുള്ള നേരിട്ട് കാണാൻ അവസരം കിട്ടുന്ന ആ റോഡ് ഷോയോട് കൂടിയിട്ട് അത് തീർന്നു. അതേ സാധനം വീണ്ടും ഈ മാർക്കറ്റിൽ വിറ്റഴിക്കപ്പെടാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല. കാരണം പ്രിയങ്ക ഗാന്ധിയെ ഇപ്പം അതേപോലെ കാണാൻ ഏറ്റവും കൂടുതൽ പ്രിയങ്ക ഗാന്ധിക്ക് വോട്ട് കിട്ടിയത് നിലമ്പൂരിലാണ്. ഞാൻ പറഞ്ഞ വോട്ട് കിട്ടിയതിൻ്റെ അല്ല പറഞ്ഞത്. മറ്റേത് കാണാനുള്ള കൗതുകത്തിന് വരുന്നവരുണ്ട്, വോട്ട് ചെയ്യാത്തവരും വരും. ആ രീതിയിലുള്ള ഇമ്പാക്റ്റിലേക്ക് ഇത് പോകുമോ എന്നുള്ളത് അറിയില്ല. എന്തായിരുന്നാലും ഇപ്പോൾ മണ്ഡലത്തിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൻവറിൻ്റെ ക്യാമ്പ് വീട് കയറാൻ തുടങ്ങിയിട്ടില്ല, മറ്റൊരു ഹൗസ് ക്യാമ്പയിൻ തുടങ്ങിയിട്ടുണ്ട്. മുഖ്യമന്ത്രി വരുന്നത് സ്വരാജിന് ഗുണം ചെയ്യുമോ? മുഖ്യമന്ത്രി വരുന്നത് സ്വരാജിന് ദോഷം ചെയ്യാനേ സാധ്യതയുള്ളൂ. കാരണം അന്തിമമായി പിണറായിയോട് ആളുകൾക്ക് മടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു സംഭവമുണ്ട്. സതീഷിനോടും ആൾക്കാർക്ക് എതിർപ്പുണ്ട്, കാരണം ഒന്നും കൊള്ളാത്തൊരു പ്രതിപക്ഷ നേതാവ് എന്നുള്ളത്. പക്ഷേ അത് പിന്നെ സതീഷിനെ മുൻനിർത്തിയിട്ടുള്ള പ്രചാരണത്തിലേക്ക് അവരവിടെ പോകുന്നില്ല. അവിടെ മണ്ഡലത്തിൽ ക്യാമ്പ് ചെയ്തേക്കുന്നത് നമ്മുടെ പിന്നെ മന്ത്രി ബിന്ദു ചേച്ചിയുടെ കെട്ടിയവൻ നമ്മളെ പരാജയരാഘവനാണ്. പരാജയരാഘവൻ ഇതിനകത്ത് അത്യാവശ്യം ഒരു
രണ്ടോ മൂന്നോ കോടി അങ്ങ് അടിച്ചെടുക്കും. പരാജയരാഘവൻ്റെ ഒന്ന് രണ്ട് ശിങ്കിടികളുമാണ് മണ്ഡലത്തിൽ ക്യാമ്പ് ചെയ്ത് ഡീലെല്ലാം നടത്തുന്നത്. നികേഷ് കുമാർ അവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. MP നികേഷ് കുമാർ CPM വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയ എല്ലാം കൈകാര്യം ചെയ്യുന്നത് നികേഷ് കുമാറാണ്. 40 ലക്ഷത്തോളം രൂപ നിലവിൽ കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് കിട്ടിയിട്ടുള്ള വിവരം. അപ്പോൾ ഞാൻ തമാശയായിട്ട് പറഞ്ഞു നമുക്കൊന്നും തന്നിട്ടില്ല കേട്ടോ എന്നുള്ളത് ഞാൻ പിന്നെ പറഞ്ഞ സഖാവിനോട് ഞാൻ പറഞ്ഞു. അപ്പോൾ 40 ലക്ഷത്തോളം രൂപ ഇപ്പം തന്നെ പല ചാനലുകൾക്കായിട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്, ഓൺലൈൻ മാധ്യമങ്ങൾക്കായിട്ട്. ഇപ്പുറത്ത് പിന്നെ അൻവറും ആര്യടൻ ഷൗക്കത്തും എത്രത്തോളം സോഷ്യൽ മീഡിയയെ ഹാൻഡിൽ ചെയ്യുന്നുണ്ടെന്നുള്ളത് എനിക്കറിയത്തില്ല. അൻവറിൻ്റെ ഹൗസ് ക്യാമ്പയിൻ നാളെ തൊട്ട് തുടങ്ങും എന്നുള്ളതാണ് എനിക്ക് കിട്ടിയിട്ടുള്ള വിവരം. അതാത് ബൂത്തുകളിലുള്ള ആൾക്കാർ ഏകദേശം 260ഓളം ബൂത്തുകളുണ്ട്. അത്രയും ബൂത്തുകൾക്കൊക്കെ അതാത് പ്രദേശത്തുള്ള ആളുകൾ ഇറങ്ങുകയാണെങ്കിൽ അൻവറിൻ്റെ കൂടെ ആളുണ്ടെന്നുള്ളത് തോന്നും. അതാത് പ്രദേശത്തുള്ള മുഖപരിചയമുള്ള ആൾക്കാർ മതിയാവും. ആ ബൂത്തിലെ വേണമെന്നില്ല, ആ വാർഡിലുള്ളവരായാൽ മതി. നാട്ടുകാർക്ക് കണ്ടാൽ പരിചയമുള്ള ആൾക്കാർ വന്നാൽ മതിയല്ലോ. അതേസമയം പുള്ളിയുടെ നാട്ടിൽ നിന്ന് ഇടവണ്ണയിൽ നിന്ന് ഒതായുന്ന ആൾക്കാരെ അവിടെ പിന്നെ 2 ബസ് അടിച്ച് അവിടെ കൊണ്ടുപോയിട്ട് അവരെ കൊണ്ട് വീട് കയറ്റിച്ച് കഴിഞ്ഞാൽ ഒരു പരിചയമില്ലാത്ത വന്നു കഴിഞ്ഞാൽ ആരും വോട്ട് ചെയ്യാൻ പോകുന്നില്ല. അപ്പോൾ അൻവറിന് ആളില്ല, അൻവർ അവിടെ നാളെ ഇറക്കുന്നുള്ള വരും. അത് നാളെ എങ്ങനെയാണ് ഈ പ്രചരണത്തിന് അൻവറിന് വേണ്ടി ആളിറങ്ങുന്നത് എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും. എന്തായിരുന്നാലും മെഹബൂബ മൊയ്ത്ര വരുന്നു, പിന്നെ പിണറായി വിജയൻ വരുന്നു, പ്രിയങ്ക ഗാന്ധി വരുന്നു, പിന്നെ യൂസഫ് പത്താൻ വരുന്നു. മെഹബൂബ മൊയ്ത്രയെ കാണാൻ ആൾക്കാർ വരും, യൂസഫ് പത്താനെ കാണാൻ ആൾ വരും. കാരണം മെഹബൂബ മൊയ്ത്രയുടെ പ്രസംഗങ്ങൾ കേട്ടിട്ടുള്ള ന്യൂജൻ ആയിട്ടുള്ള ആളുകൾ പോലും മെഹബൂബ മൊയ്ത്രയുടെ ഞാൻ നന്നായി ശ്രദ്ധിക്കുന്ന സുപ്രിയ സുരെ, മെഹബൂബ മൊയ്ത്ര, അസോയുദ്ദീൻ ഒവൈസി, നിർമ്മല സീതാരാമൻ, ഇങ്ങനെയുള്ള ഓരോരുത്തരുടെയും പ്രസംഗങ്ങൾ നന്നായി ശ്രദ്ധിക്കുന്നത്. അമിത്ഷായുടെ മാത്രമേ ഉള്ളൂ ഞാൻ അങ്ങനെ നോക്കിയിരിക്കാത്തത്. ജോൺ ബട്ടാസ്, ഹാരിസ് ബീരാൻ, ഇവരുടെ എല്ലാം. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് അവരെ അത് കണ്ടിരിക്കാൻ തോന്നും. അവരുടെ രാഷ്ട്രീയത്തോട് വിയോജിപ്പുണ്ടാവും, കണ്ടിരിക്കാൻ തോന്നും, നമുക്ക് പിന്നെ കേൾക്കാൻ തോന്നും, നമുക്ക് റെഫർ ചെയ്യാൻ തോന്നും. അവർ പറയുന്നത് എന്താണെന്നുള്ളത് നമുക്ക് അറിയാത്ത കുറേ കാര്യങ്ങൾ കിട്ടും. പിന്നെ അവരെ വളരെ മനോഹരമായിട്ടാണ് അവതരിപ്പിക്കുക. മെഹബൂബ മൊയ്ത്രയൊക്കെ വളരെ മനോഹരമായിട്ട് അവതരിപ്പിക്കുകയുള്ളൂ. അപ്പോൾ മെഹബൂബ മൊയ്ത്രയെ കാണാനും പിന്നെ ഇതിനൊക്കെ ആൾക്കാർ വരും. പ്രിയങ്ക ഗാന്ധി വരുമ്പോഴും പഴയ ആവേശം ഉണ്ടായില്ലെങ്കിലും, കാരണം ഒരു വർഷം മുമ്പാണ് കണ്ട് പിരിഞ്ഞത്. അപ്പം അന്ന് എല്ലാവരും കണ്ടവർക്ക് ഇപ്പോൾ ഒരു വർഷം കൊണ്ട് പ്രിയങ്ക ഗാന്ധിക്ക് വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് കോൺഗ്രസ്സുകാർ ആവേശത്തോടെ ഇറങ്ങും, UDFൻ്റെ പ്രവർത്തകർ ഇറങ്ങും എന്നല്ലാതെ പൊതുജനം ആവേശത്തോടെ വന്നോണമെന്നില്ല. മറ്റവരെ കാണാൻ പൊതുജനം ഇറങ്ങും. പിണറായി വിജയനെ പിന്നെ TV വരെ കണ്ട ഇപ്പോൾ ആൾക്കാർ ചാനൽ മാറ്റുന്ന കാലഘട്ടത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ പുള്ളിയുടെ മുഖം കാണുമ്പോൾ അപ്പോൾ അതുകൊണ്ട് പുള്ളിയെ കാണാൻ പാർട്ടിക്കാരിറങ്ങും. പാർട്ടി എല്ലാവരുടെ അവസാനത്തെ ആളെയും അതിനകത്ത് പങ്കെടുപ്പിക്കും. പിന്നെ മേളക്കൊഴുപ്പിൻ്റെ ഉത്സവമായിട്ട് ഈ തെരഞ്ഞെടുപ്പ് മാറിയിട്ടുണ്ട്. കോടികളാണ് പൊട്ടിക്കുന്നത്, കോടികൾ. അങ്ങനെ മത്സരിച്ച് പൈസ ഇറക്കുന്നുണ്ട്. BJP പിന്നെ ഇത് എന്തായാലും പിന്നെ പാർട്ടിയിൽ നിന്ന് അടുത്ത് കിട്ടിയ ഫണ്ട് പ്രാദേശിക നേതാക്കന്മാരെ അത് വീതിച്ച് പോക്കറ്റിലിടാൻ, എന്നാലും പണിയെടുത്തിട്ട് കാര്യമൊന്നുമില്ല എന്നൊക്കെ. പിന്നെ കുറച്ച് പേരിന് കുറച്ച് ബോർഡും വെക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, അറിയപ്പെടുന്ന നേതാക്കന്മാർ പോലും സ്ഥാനാർത്ഥിയുടെ കൂടെയൊന്നുമില്ല. ഷോൺ ജോർജ് ദിവസം പോയി ഈ സ്ഥാനാർത്ഥിയാണെങ്കിൽ പട്ടി അന്തയ്ക്ക് പോയതുപോലെ അതിലെല്ലാം കൂടി വെള്ളി പിടിച്ച് നടക്കുകയാണ്. കാരണം പുള്ളി ആരും അറിയത്തില്ലെന്നേ. ഉള്ള പഞ്ചായത്തിൽ പുള്ളിയുടെ തൊട്ടപ്പുറത്തെ ഒരു പക്ഷേ അയലോക്കാർക്ക് അറിയായിരിക്കും, കാരണം ബോർഡ് വെച്ചിട്ടുണ്ട് അഡ്വക്കേറ്റ് മോഹൻ ജോർജ് എന്ന്. അതുകൊണ്ട് ഇങ്ങനെ ഒരു വക്കീൽ അവിടെ താമസിക്കുന്നറിയാം. ഒരു കാര്യത്തിൽ ഇടപെടാത്ത ഒരാൾ ഞായറാഴ്ച പള്ളി പോവും, പള്ളിക്കകത്തും ഈ പറഞ്ഞ പോലെ തന്നെ ഈ സഭാ പൊളിറ്റിക്സിനകത്ത് കിടന്ന് കളിക്കുന്നു എന്നൊക്കെ ഉള്ളതുള്ളൂ. അത് അല്ലാതെ അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല. BJP ചിത്രത്തിലില്ല, കംപ്ലീറ്റ്ലി ഔട്ടാണ്. തെരഞ്ഞെടുപ്പിൻ്റെ ഒരു വിശകലനത്തിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ, തെരഞ്ഞെടുപ്പ് എങ്ങനെ ആയിരിക്കും എന്തായിരിക്കും എന്നൊക്കെയുള്ള പിന്നെ എത്തണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, നാളെ അൻവറിൻ്റെ ക്യാമ്പ് പിന്നെ ഹൗസ് ക്യാമ്പയിൻ തുടങ്ങുക, ഇവരെല്ലാം വരിക, അതുണ്ടാക്കുന്ന ഓളം, അതിൽ പങ്കെടുക്കുന്ന ജനങ്ങൾ അവിടത്തുകാരാണോ അല്ലയോ, അതാണ് ഏറ്റവും പ്രധാനം. അവർക്കാണുള്ള വോട്ടുള്ളത്. കേരളത്തിലുള്ള കോൺഗ്രസിൻ്റെയും CPMൻ്റെയും CPIയുടെയും മുസ്ലിം ലീഗിൻ്റെയും ഒക്കെ എല്ലാ നേതാക്കന്മാരും പ്രവർത്തകരും അവിടെയുണ്ട്. ഞാൻ ഇന്ന് പല നേതാക്കന്മാരോട് സംസാരിച്ചതാണ്. എല്ലാവരും നിലമ്പൂരാവുള്ളത്. അപ്പോൾ ആ നിലമ്പൂര പിന്നെ ഉണ്ടാകുമ്പം പിന്നെ BJPക്കാർ മാത്രമാണ് ഇത് ഒഴിവാക്കിയിട്ടത്. നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ആയിക്കോ, ഞങ്ങൾക്ക് അവിടെ കെൽപ്പില്ല എന്നുള്ളത് പറഞ്ഞിട്ട് എന്താണെന്ന് വെച്ചാൽ ആയിക്കോളാൻ പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ വരുമ്പം നമുക്കിപ്പോഴും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് പോകുന്നുണ്ട്. ശക്തമായ ത്രികോണ മത്സരമാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഞാനത് അടിച്ച് കൂടുതൽ കാണുന്നത് ആര്യടൻ ഷൗക്കത്തിനാണ് ഇപ്പോഴത്തെ സ്ഥിതിയിൽ. അടുത്ത ദിവസങ്ങളിൽ ഓരോ മണിക്കൂറിലും ചിത്രം മാറി മറിഞ്ഞുകൊണ്ടിരിക്കും.